ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് ഒരു സന്തോഷമില്ലാതിരിക്കുന്നത്, നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിന് നമുക്കൊരു സൂപ്പർ ഹീറോയെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇന്ന് ജീവനോട് ഇരിപ്പില്ലെങ്കിൽ പോലും നമുക്ക് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അത്രയധികം ബഹുമതികളും അത്രയധികം ആദരവുകളും ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് കേരളത്തിൽ ഒട്ടനവധി പേര്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അയാൾ ഹീറോ ആയിട്ട് കാണുന്നത്. കുറേ പേരുടെ ജീവൻ രക്ഷിക്കാൻ അയാൾക്ക് സാധിച്ചു. ഒരുപക്ഷെ അയാളുടെ വിയോഗത്തിൽ കൂടെയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സന്തോഷിക്കാനും അവരുടെ ജീവൻ നിലനിർത്താനൊക്കെ ഒരുപക്ഷെ അവർ മരണം അഭിമുഖീകരിച്ച് നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഒരു ജീവന് പകരം ഇവിടെ ഒരു 6 ജീവൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം രക്ഷിച്ചിട്ടാണ് പോയത്. അപ്പോൾ എത്ര പറഞ്ഞാലും മതിവരാത്തൊരു പേരാണ് ഐസക് ജോർജ് എന്ന് പറയുന്നത്. ഞങ്ങളിത് നേരത്തെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്, പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ഇന്ന് അദ്ദേഹത്തിനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്. അത്രയും അധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ കാണുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു 5 കൊല്ലോ ഒരു 10 കൊല്ലോ കഴിയുമ്പോൾ നമ്മളൊക്കെ കാണുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. എന്തിനു പറയുന്നു, ഇപ്പോൾ ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ നമുക്ക് കാണുമെന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മനുഷ്യജീവൻ ലോകത്ത് ഒട്ടും തന്നെ ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമാണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നമ്മൾ വെച്ച് പുലർത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് ഈ ഐസക് ജോർജിൻ്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും അദ്ദേഹമാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാരൊക്കെ, അതായത് ആ നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുമ്പോൾ അവരുടെ സ്വരം ഇടറുന്നുണ്ട്. ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ആ നാട്ടിൽ കൊടുക്കുന്ന പ്രാധാന്യം, അദ്ദേഹത്തിന് ആ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം എന്താണെന്നുള്ളത്. കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ജീവിതം വെച്ച് അദ്ദേഹത്തിന് ഒരുപാടധികം നേട്ടങ്ങൾ, അതായത് വളരെ ചുരുക്കം കുറച്ച് പ്രായമേ ആയിട്ടുള്ളൂ, 34 വയസ്സ്, എനിക്ക് തോന്നുന്നു അത്രയും കണ്ട ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഏജ് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പ്രായത്തിനുള്ളിൽ അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കുറേ നാൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ ഓർക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. കാരണം അത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജീവൻ പകർത്തു കൊടുത്തിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ മരിക്കും കാലം വരെയും ഇദ്ദേഹത്തിനെ ഓർക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ഇദ്ദേഹത്തിനെ സത്യത്തിൽ ഒരു മാതൃകയാക്കേണ്ടതാണ്. ഒരുപക്ഷെ നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാൻ ഇല്ലെങ്കിൽ പോലും മരണത്തിന് ശേഷമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഒരുപക്ഷെ അവിടെ നമുക്ക് കളയാൻ സാധിക്കും. ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗവും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഒരുപാടധികം സങ്കടം വിഷമം തോന്നി. കാരണം ഞാനും ഒരു അച്ഛനാണ്. ഒരു കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് അച്ഛനെ കാണാതിരിക്കുമ്പോഴുള്ള വിഷമവും സങ്കടവും വേദനയൊക്കെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ത്വര തോന്നാറുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോയാലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാലും ശരിയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് വരാനുള്ളൊരു ത്വര ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാനും ഡോറയും മാത്രമായിട്ട്, ഇപ്പോൾ ഇവക്കുള്ള മെഡിസിൻസ് മേടിക്കാൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോലും ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയും, കുഞ്ഞെങ്ങനെയുണ്ട്, കുഞ്ഞിനെങ്ങനെ. അപ്പോൾ അമ്മേനെയൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മളെ വിളിച്ച് ചോദിക്കും, വഴക്കുണ്ടോ, കരച്ചിലുണ്ടോ, എന്ത് ചെയ്യുവാന്നൊക്കെ. അപ്പോൾ ഒരു കുഞ്ഞിന് തൻ്റെ അച്ഛന് ഒരു കുഞ്ഞിനോടുമുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു മാതാപിതാവായതിനു ശേഷം അത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതായത് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു വട്ടം പണ്ട് പറയുമായിരുന്നു, എന്തിനാ ചായ കുടിക്കാൻ വേണ്ടി ചായക്കട മേടിക്കുന്നത്, വിഷം വാങ്ങിച്ച് കുടിക്കേണ്ട ആവശ്യമുണ്ട്, വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാനൊരു അച്ഛനായതിനു ശേഷമാണ് ഇതിൻ്റെ ഫീലിങ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഭർത്താവായതിനു ശേഷമാണ് ഇതെന്താണ്, ലൈഫ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹമാണെങ്കിൽ ആ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ ആ മരണപ്പെടുന്ന സമയത്തല്ല, ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെയൊക്കെ തൻ്റെ കുടുംബത്തെയും കുഞ്ഞിനെയും തൻ്റെ ഭാര്യയൊക്കെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒരുപക്ഷെ ഓടിയിട്ടുള്ളത്. ആ ഒരു വേദനയും വിഷമമൊക്കെ ഒരുപക്ഷെ അദ്ദേഹം സഹിച്ചിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്നുള്ളത്. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ആ വിയോഗം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ മരണം കൊണ്ട് കുറേയധികം ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവം ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം പല കാര്യങ്ങൾക്കും പ്രചോദനം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ സത്യത്തിൽ പകർത്തേണ്ട ഒരു ജീവിതം തന്നെയാണ് ഐസക് ജോർജിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നതിനകത്ത് നിന്ന് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും അതിൽ നിന്നൊരു പങ്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവരെ ഞങ്ങളും സഹായിക്കാറുണ്ട്. ഒരിക്കലും വലിയ പോലെ പുണ്യം പ്രവൃത്തി ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെക്കാളും കൂടുതൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും അല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയും കരുതലും നമുക്കിപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ താങ്ങാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഐസക് ജോർജിൻ്റെ ചുറ്റും ഇത്രയധികം ആൾക്കാരുള്ളത് അദ്ദേഹത്തിൻ്റെ ആയുസ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ള നല്ല പ്രവർത്തികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനൊപ്പം ഇന്ന് ആൾക്കാർ നിൽക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് 2 വാക്ക് പറയണം എന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല. എൻ്റെ നാട്ടുകാരനാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തിനെ പരിചയമില്ല. ഒരു തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടായപ്പം ലോകത്തെല്ലാവരും അദ്ദേഹത്തെ അറിയുന്നു. എനിക്കിത് കണ്ടതിന് ശേഷമാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് ഡോറ എടുത്ത് പറയുന്നു നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്യാതിരിക്കില്ല. കാരണം അദ്ദേഹം അങ്ങനെ ആരാലും അറിയപ്പെടാതെ പോകേണ്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല, അല്ലെങ്കിൽ അതുപോലുള്ളൊരു കാര്യമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ആ കുടുംബം ഒരുപാടധികം വേദനയും വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി അവർ കാണിച്ചൊരു മനസ്സ്, സത്യം പറഞ്ഞാൽ ആ ഐസക് ജോർജിന് ഒപ്പം തന്നെ ആ വീട്ടുകാരെയും സത്യം പറഞ്ഞാൽ നമിക്കണം. മാത്രമല്ല ആ വീട്ടുകാരുടെ മുമ്പിലും സത്യം പറഞ്ഞാൽ നമ്മൾ തലകുനിച്ച് നിൽക്കണം. കാരണം തൻ്റെ മകനെ അല്ലെ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ വ്യക്തികൾ അവർ ആ ഒരു നിമിഷം സൈൻ ചെയ്യുന്ന സമയത്ത് പോലും മരവിച്ച അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ അവർ ആ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും തങ്ങളുടെ ഉടയവൻ പോയിട്ടുണ്ടെങ്കിൽ പോലും മറ്റൊരു കുടുംബത്തിൻ്റെ വിളക്ക് അണയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അവർക്കൊക്കെ അവരെ അർഹിക്കുന്ന അർഹത, ആദരവ് നമ്മൾ കൊടുക്കണം. എനിക്കത് അങ്ങനൊരു ഫീൽ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്, മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യണം. കാരണം നമുക്ക് മാത്രമല്ല നമ്മുടെ വരുന്ന തലമുറയ്ക്കും അതൊരു പക്ഷേ ഉപകാരമായിരിക്കും. അത് അവരും കണ്ടു പഠിക്കും. നാളെ സമയത്ത് നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ നമ്മളെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ ഒരു ചെറിയ വീഡിയോ പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.